ഉത്തമ സമുദായം, അധ്യാപകന്റെ റോൾ, അതാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം. ഈ സമുദായമാണ് ഉത്തമം, മഹത്തായ ഉത്കൃഷ്ട സമുദായം എന്നതിൽ പക്ഷാന്തരമില്ല. കാരണം ഖുർആന്റെ നസ്സാണ്. പക്ഷെ അത് വാർത്തെടുക്കേണ്ടത് അധ്യാപകരുടെ ഒരർത്ഥത്തിൽ പെരടയിലാണ്. ആ കടമ ഏൽപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്തും ഞാൻ ഇതിൽ പുനഃപരിശോധന ആയി കഴിഞ്ഞു. ഖൈറ ഉമ്മ, നിങ്ങൾ ഉമ്മത്തിൽ ഉത്കൃഷ്ടരാണ്. അത് തീരുമാനം കഴിഞ്ഞു. ഇനി യോഗം കൂടിയിരുന്ന കാര്യമില്ല, അത് തീരുമാനം കഴിഞ്ഞു. ഇങ്ങനെ ആയാൽ അങ്ങനെ ആവുന്നല്ല, ആയി കഴിഞ്ഞു. കാരണം ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെയുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഉഖ്രിജ്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഇസ്മായിൽ ലക്കി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്, തബരി ഇമാം ഒക്കെ രേഖപ്പെടുത്തിയതാണ്. ഇങ്ങനെ പറയാൻ കാരണം ഇല്ലത്ത് പറഞ്ഞതാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറയാൻ കാരണം ആ ഖൈരിയത്തിന്റെ ഇല്ലത്താണ്. അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, സയ്യിദുൽ കരീം യുത്ഇമുൻ നാസ എന്ന് പറഞ്ഞാൽ ആ സയ്യിദ് കരീം ആവാൻ കാരണം ഇത്ആമാണെന്നാണ്. എന്നതുപോലെ കുന്തും ഖൈറ ഉമ്മ, അല്ലാഹു നിങ്ങളെ കുറിച്ച് നിങ്ങളാണ് ഉത്കൃഷ്ട സമുദായമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണമാണ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ അംറു ബിൽ മഅറൂഫിന്റെ വനഹ്യുന അനിൽ മുൻകറിന്റെ ആളുകളാണ്. എന്നിട്ടാണ് തുഅ്മിനൂന ബില്ലാഹ് എന്ന് പറഞ്ഞത്. ഖുർആനിൽ എല്ലാ സ്ഥലത്തും ഈമാൻ ബില്ലാ ആദ്യം കൊടുക്കുക. സൂറത്തുൽ ബഖറ മുതൽ അവസാനത്തെ സൂറത്ത് വരെ അങ്ങനെയാണ്. അലിഫ് ലാം മീം, അതിനാണ് മുഅല്ലിമിന്റെ ഒന്നാമത്തെ അധ്യാപനം, അലിഫ് ലാം മീം. കാരണം എന്താ, എനിക്കറിയില്ല, അത് അദബാണ്. എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളൂ. നീ അറിയില്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാ അറിയില്ല, അറിയില്ല എന്ന് അറിയില്ല, അറിയില്ല, അറിയില്ല എന്ന് അറിയില്ല. അവിടെ അലിഫ് ലാം മീം തിരിച്ചാണ്. ഖുർആനിലേക്ക് വാ, ആദ്യം നീ ഒരു കാര്യം സമ്മതിക്കണം, എനിക്ക് അറിയില്ല എന്ന് സമ്മതിക്കണം. എന്നാ ദാലികൽ കിതാബ്, അതാണ് മുഅല്ലിം. ദാലികൽ കിതാബു ലാ റൈബ ഫീ, അതാണ് മുഅല്ലിം. മുഅല്ലിം എപ്പോഴും ലാ റൈബ ഫീ ആയിരിക്കും. കാരണം ഖുർആന്റെ ആളാണ്. ഖുർആന്റെ സ്വഭാവം മുഅല്ലിമിന് ഉണ്ടായിരിക്കണം. ലാ റൈബ ഫീ, വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും അവന് വീക്ഷിക്കുമ്പോൾ സംശയം ഉണ്ടാകും. ലാ റൈബ ഫീ എന്ന് പറഞ്ഞിട്ടാണ് ഹുദലിൽ മുത്തഖീൻ എന്ന് പറയുന്നത്. ഇർഷാദ് എന്ന അർത്ഥത്തിലുള്ള ഹിദായത്ത് മുഅല്ലിമിന്റെ ബാധ്യതയാണ്. എങ്കിൽ ലാ റൈബ ഫീ. ഇത് ഖുർആനിൽ പറഞ്ഞ സ്ഥലത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അൽദി അൻസല അലാ അബ്ദിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ, വലം യജ്അൽ ലഹു ഇവജൻ. എന്നിട്ടാണ് ഖയ്യിമ പറഞ്ഞത്. ഇവജാജ് ഉണ്ടെങ്കിൽ ഖയ്യിമാവൂല. മുഅല്ലിം ഖയ്യിമ, പക്ഷേ വലം യജ്അൽ ലഹു ഇവജാ. നോക്കിക്കാണുന്ന ആളുകൾക്ക് നമ്മളിൽ വളവോ ഒടിവോ തിരിവും, നമ്മളിൽ ദുർവ്യാഖ്യാനവും, നമ്മളിൽ എടുത്തുചാട്ടവും, നമ്മളിൽ വിശാല മനസ്കതയില്ലായ്മയും, നമ്മളിൽ കാടത്തവും ദുസ്വഭാവം ഉണ്ടെങ്കിൽ എന്ന അധ്യാപകരോടാണ് അല്ലാഹു ഇത് പറഞ്ഞത്. ഈ ലോകം മൊത്തം മദ്രസയാണ്, അതിലെ സദറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നുള്ള പ്രകാശം മുഴുവനും അവിടുത്തെ പ്രകാശധാരയുടെ പ്രസരണത്തിന്റെ അലയൊലി മാത്രമാണ്. അസ്തിത്വവും ഫൗണ്ടേഷനും അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹോദരന്മാരും മുഅല്ലിമീങ്ങൾ ഉസ്താദന്മാരടങ്ങിയ ഒരു സദസ്സിൽ ആദ്യമായിട്ട് ഒരു മുത്തഅല്ലിമായി എനിക്ക് ഓർക്കാനും പറയാനും എന്നെ പ്രതിക്കൂട്ടിലായി ഉണർത്താനുമുള്ള ഒന്നാമത്തെ കാര്യം, നമ്മൾ മനുഷ്യന്മാരുടെ റൂഹിന്റെ രക്ഷിതാക്കളാണ്. പൊരയിലുള്ള വാപ്പിമ്മ എന്ന് പറഞ്ഞാൽ ജസദിന്റെ രക്ഷിതാക്കളാണ്. ഒരു മനുഷ്യന് രണ്ട് രക്ഷിതാവുണ്ടാവും. ആദ്യകാലത്ത് രണ്ടും ഒന്നായിരുന്നു. അന്ന് സദറിന്റെ ആവശ്യമില്ല, അന്ന് വാപ്പന്നായിരുന്നു സദർ.
ഉമ്മനായിരുന്നു അന്ന് അധ്യാപനത്തിന് നേതൃത്വം, വാപ്പയായിരുന്നു തിരുത്തിയിരുന്ന ആള്. പക്ഷെ പിന്നീട് സമസ്ത വളരെ കൃത്യമായി ഇടപെട്ടു. ഒരു സദറിന്റെ ആവശ്യം വന്നു, ഒരു മദ്രസയുടെ ആവശ്യം വന്നു. കാരണം വാപ്പ സദറായിട്ടും ഉമ്മ മഹ്റജും പഠിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. അവിടെ മദ്രസ ഇല്ല എങ്കിൽ പിന്നെ കുട്ടികൾ മുഴുവനും അൽ ഖൂത്തുൽ ബഹീമിയ, അൽ ഖൂത്തു സബയ്യ, അൽ ഖൂത്തു ശൈത്താനിയന്റെ പ്രതീകങ്ങളാവും. മനുഷ്യരൂപത്തിലുള്ള എരുമകൾ, മനുഷ്യരൂപത്തിലുള്ള കരടികൾ, മനുഷ്യരൂപത്തിലുള്ള കുരങ്ങുകൾ, മനുഷ്യരൂപത്തിലുള്ള സിംഹങ്ങൾ. ഇന്നെ കുറെ അങ്ങനെ. അപ്പൊ ഇതും കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും സമുദായത്തിന്റെ കാര്യം? അൽ ഖൂത്തുൽ ബഹീമിയയും അൽ ഖൂത്തു സബഈയയും അൽ ഖൂത്തു ശൈത്താനിയയും നിർവീര്യമാക്കി അൽ ഖൂത്തുൽ മലക്കിയയെ ഉത്തേജിപ്പിച്ച് പരിപോഷിപ്പിച്ച് പ്രശോഭിച്ച് വളർത്തി സംരക്ഷിച്ച് അതിന് ഇന്ധനം കൊടുത്ത് അതിന് വെള്ളവും വളം കൊടുത്ത് മക്കളെ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ അതാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം മുഅല്ലിമിനാണ്. പച്ചക്കറിയും ചീരയും ബിരിയാണിയും നെയ്ച്ചോറും അത് കൊടുക്കാൻ ബാപ്പിയുണ്ട്. അതുകൊണ്ട് ജസദ് വണ്ണം വെക്കും. ചിക്കനും മട്ടനും കുട്ടനും ഒക്കെ തട്ടിയിട്ടാലോ നമ്മളിപ്പോ വണ്ണം വെച്ച് തുടങ്ങുന്നത്. അതിന് മാതാപിതാക്കളുണ്ട്. നേരെ മറിച്ച് റൂഹിനൊരു ബിരിയാണി ഉണ്ട്, റൂഹിനൊരു പായസമുണ്ട്. അത് വിളമ്പി കൊടുക്കുന്നവന്റെ പേരാണ് സദർ. അതിന്റെ ചേരുവകൾ ഉണ്ടാക്കുന്ന പണിയാണ് സമസ്തക്ക്. അത് വിളമ്പുന്ന കല്യാണ മണ്ഡപമാണ് മദ്രസ. ഏറ്റവും രുചിയുള്ള സദ്യ അത് വിദ്യ എന്ന സദ്യ. അത് സപ്ലൈ എന്നാണ് മുഅല്ലിമാണ്. ആ കുടുംബനാഥന്റെ പേരാണ് സദർ. അപ്പൊ ആദ്യം സദറിന്റെ ക്വാളിറ്റി, സദറിന്റെ മനഃശാസ്ത്രം, സദറിന്റെ സമീപന രീതി, ഏറ്റവും പ്രധാന കാര്യങ്ങൾ, ഏറ്റവും പ്രധാനത്തിലൊക്കെ സിദ്ഖാണ്. ലോകാധ്യാപകരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലേ സദറിന്റെ റോളിൽ നബുവത്തിന്റെ മേഖലയിൽ ഔദ്യോഗികമായി പ്രവർത്തിച്ചിട്ടുള്ളൂ. 63 കൊല്ലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 40 കൊല്ലം പ്രവർത്തിച്ചത് ഞാൻ അതിന് അർഹനാണ് എന്ന സിദ്ഖ് തെളിയിക്കാൻ. അന്ന് നബിയല്ലേ? അന്ന് നബിയില്ല എന്ന് ഇവിടെ ഒരൊറ്റാളും പറയില്ല. എന്നാൽ മുത്തുനബി നബിയായത് ജിബ്രീലിന് പോലും അറിയില്ല. 40-ാം വയസ്സിൽ മദ്രസയിൽ ഒരു ഹിസ്റ്ററി അല്ലേ? അതാണോ സത്യം? അള്ളാഹുവിന്റെ റസൂൽ എന്നാണ് നബിയായത്? അതിന്റെ ഡേറ്റ് അള്ളാഹ്ക്ക് അല്ലാതെ അറിയില്ല. കുന്തു നബിയ്യൻ വആദമു ബൈനൽ മാഇ വത്തീൻ എന്ന ഹദീസ്. ഒരിക്കൽ ഒരു തറാവി 8 നിസ്കരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് അള്ളാഹിന്റെ അറിവിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ അള്ളാഹിന്റെ അറിവിൽ ആദം നബി അങ്ങനെ തന്നെ. പിന്നെ വാബു ഹാലിയേറ്റ് വേറെ പറയണം. കുന്തു നബിയ്യൻ അള്ളാഹിന്റെ അറിവിലാണെങ്കിൽ ആദം വേറെ പറയണം. നഹവിന്റെ കാര്യമൊന്നും പഠിച്ചിട്ട് അപ്പൊ അള്ളാഹിന്റെ അറിവല്ല പറയുന്നത്. ഔദ്യോഗിക തലത്തിൽ 40 വയസ്സായിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയ 40-ാമത്തെ വയസ്സാണ്. അതിലൊരു സംശയമില്ല. എന്നാൽ 40 കൊല്ലം എന്തിന് ചെലവഴിച്ചു? 40 കൊല്ലം തെളിയിച്ചത് സിദ്ഖിന് വേണ്ടി. അത് പിന്നുള്ള പാരമ്പര്യം മുഴുവനും അങ്ങനെയായിരുന്നു. ഇമാം ബുഖാരിയുടെ റുവാത്തിൽ കാണുന്ന മുഴുവൻ മഹാന്മാരും ജീവിതത്തിൽ ഒരു കളവിന്റെ ലാഞ്ചനയുള്ള അക്ഷരം പോലും ഒഴിഞ്ഞിട്ടില്ല. റബീഉ റളിയല്ലാഹുവിന്റെ ചരിത്രത്തെ പരിശോധിച്ചു. അദ്ദേഹത്തിന് 2 മക്കൾ ഹജ്ജാജ് ബിൻ യൂസുഫിനെ ഫത്വ കൊടുത്ത ആളുകളാണ്. ഫത്വ കൊടുത്തപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ചു, കൽപ്പന പുറപ്പെടുവിച്ചു. പോലീസുകാർ പുറത്തിറങ്ങിയ ആളെ 2 കുട്ടികളും തരികയാണ്. എവിടെയും കാണാനില്ല. ഉസ്താദ്മാര് ഫത്വ കൊടുത്തിട്ട് മുങ്ങിയതാണ്. അങ്ങനെ കൊല പേടിച്ചു, കത്തില് പേടിച്ചു, എവിടെയും കാണാൻ. അവസാനം ഹജ്ജാജ് ചോദിച്ചു ഇവരെ എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചു. നാട്ടുകാർ വാപ്പാനോട് ചോദിച്ചു. തീരെ കിട്ടാതിരിക്കേണ്ട വാപ്പാനോട് ചോദിച്ചാൽ എന്തേന്ന് വെച്ചാൽ വാപ്പ ജീവിതത്തിൽ കളവ് അറിയില്ല, ഹദീസുമായി ഷൂല ചെയ്യുന്ന ആളാണ്. വാപ്പ മുസ്തഫ നബിയുടെ ഹദീസുമായി ഷൂലുള്ള ആളാണ്. അതുകൊണ്ട് കളവ് അറിയില്ല. അതുകൊണ്ട് വാപ്പാനോട് ചോദിച്ചാൽ അറിയാം. പോലീസുകാർ വാപ്പാനെടുത്തു നിങ്ങളെ 2 മക്കൾ എവിടെയെന്ന് വെച്ചു. ഇന്നാലില്ല കൊലയിൽ ഒളിച്ചിരിക്കുന്നു. അവിടെ പോയിട്ടാ പിടിച്ചത്. മക്കളെ കൊലക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് വാപ്പ. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഹദീസുമായി ഷൂലാണ്. കളവ് പറയാം. അങ്ങനെ പോലീസുകാരെ കുറിച്ച് ഹജ്ജാജിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇവരെങ്ങനെ കിട്ടിയെന്ന് വെച്ചു. വാപ്പ പറഞ്ഞപ്പോ കിട്ടിയാണ്. വാപ്പ മക്കളെ കൊലക്ക് വേണ്ടി വിട്ടേരെ. ആ മുപ്പര് കളവ് അറിയില്ല. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു നിങ്ങളെ വാപ്പ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും പൊരുത്തപ്പെട്ടെന്ന് പോയിക്കോളി. ഇവിടുന്നാണ് മാലിന്യം വളരെ
എന്നാ സദറിന് നിലവാരം, മുഅല്ലിമിന് അംഗീകാരം, മദ്രസ നാട്ടിൽ എല്ലാവരുടെയും നോട്ടസ്ഥലായിരിക്കും. ഇതിപ്പോ മുഅല്ലിമൊക്കെ ഉണ്ടായെന്നറിയാം, നാട്ടുകാർക്കും അങ്ങനായി, നമുക്കും അങ്ങനായി. ഇപ്പൊ എന്റെ ഒരു പരിചയത്തില് ഒരാള് മാഷുമാണ് മുഅല്ലിം, മദ്രസ മുഅല്ലിമാണ്. ഞാൻ അയാളെ റഷീദ് മാഷെ വെച്ചാൽ നല്ല സന്തോഷം. റഷീദ് ഉസ്താദ് കാരണം മൂപ്പർക്കറിയാം ഇതൊരു ചെറിയ പരിപാടിയാണ്. ഇവനെ അയാളെല്ലാം പറഞ്ഞു ഇൽമിന്റെ ഫീൽഡിൽ ഖിദ്മത്ത് ചെയ്തിട്ട് അതിന്റെ നിലവാരം അറിയാത്തവനേക്കാളും ഇൽമിനെ തരം താഴ്ത്തുന്ന ഒരു ആള് ഈ അറിവിലില്ല. ഇതൊക്കെ പണിയെടുക്കുന്നുണ്ട്, അതിന്റെ നിലവാരം അറിയാതെ ഇവനേക്കാളും ഇൽമിനെ താഴ്ത്തുന്ന ഒരാൾ ഈ ലോകത്തില്ല എന്ന ഗസാലി മുഅല്ലിമിനെ കുറച്ചു മുമ്പ് പറയലെന്നെ മമ്മീന. അതിന്റെ അർത്ഥം താരങ്ങൾ മമ്മി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മയ്യത്ത്. വേറെന്താ നമ്മള് സാധാരണ പറയലുണ്ടല്ലോ കൊടുക്കണ്ട. ഇവിടെ കുറെ ഉസ്താദുമാരുണ്ട്, കേൾവിയില്ലെങ്കിൽ ഇജാബത്ത്. എന്നാലും നമ്മൾ ഉണ്ടായിരിക്കാൻ നല്ലത്, കാരണം ആളുകൾക്കുള്ള ആ ഒരു കുർമത്ത്. അപ്പൊ കേൾക്കണില്ലെങ്കിൽ അല്ല, പുറത്തുനിന്ന് പറഞ്ഞാൽ വാങ്ങാവൂല, അപ്പുറത്തുള്ളത് വാങ്ങാവൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ വാങ്ങുണ്ട് എന്നാവും. മസൽ ഞങ്ങൾക്കൊന്ന് വിട്ടാൽ നമ്മൾ രണ്ടും കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോ പറഞ്ഞു വന്നത്, ഒന്നാമത് സദറടക്കം മുഅല്ലിമീങ്ങൾ, ഈ വേഷവിധാനമുള്ള ആളുകൾ ഒന്നാമത് നമ്മുടെ ഈ മഖാമിന്റെ ഖദർ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് നാലായ്മ പ്രകാശം ഉണ്ടാവും. കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ആ വിഷയമായി നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ മഹത്വം അങ്ങനെ അല്ലാഹു വിളിച്ചത്. അബൂജഹൽ മുഹമ്മദ് അബ്ദുല്ലാനെ കണ്ടിട്ടുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുള്ളൂ. എല്ലാരും കണ്ടത് ആ രൂപമാണ്, പക്ഷെ വീക്ഷണ വ്യത്യാസം. മുഹമ്മദ് റസൂലുള്ളാഹിനെ കണ്ടത് അബൂബക്കർ സിദ്ദീഖാണ്. രണ്ടു തുടങ്ങിയ അബു കൊണ്ടാണ്. പണ്ടൊരു വാപ്പ കുട്ടിക്ക് പേരിട്ടാലോ അബു, പിന്നെ അങ്ങോട്ട് പോണില്ല. നന്നാവാണെങ്കിൽ അബൂബക്കർ, അലി, അബൂജഹലാണ്. ഇത് രണ്ടും അബു കൊണ്ടല്ല തുടങ്ങുന്നത്. രണ്ടും കണ്ടത് ഒരേ ജസദാണ്, പക്ഷെ രണ്ടാൾ എത്തിയത് രണ്ട് സ്ഥലത്താണ്. കാരണം ഒരാൾ കണ്ടത് മുഹമ്മദ് അബ്ദുല്ലാനെ, വേറെ കണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹിനെ. കാഴ്ച മാറണമെങ്കിൽ കാഴ്ചപ്പാട് മാറണം. നമ്മൾ നമ്മുടെ ഫീൽഡ് ആദ്യം മനസ്സിലാക്കി. ഈ വേഷവിധാനം കാര്യമില്ല, മഖാമ് മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ തൊള്ള തുറന്നതൊക്കെ പ്രകാശമായി. അല്ലെങ്കിൽ കുറെ അച്ചടി ഭാഷയായി. കുട്ടികളെ ശരീരത്തിലേക്ക് കുറെ അക്ഷരങ്ങൾ ചവച്ച് തുപ്പിട്ട് കാര്യമില്ല, അത് ഛർദ്ദിക്കലേ ആവും. കുട്ടികളെ മുമ്പിൽ മൗനത്തിന് നിന്ന് കൊടുത്താൽ അല്ലദീന ഇദാ റൂഉ ദിക്റല്ലാഹ്, ചിലപ്പം ക്ലാസ് എടുക്കേണ്ടി വരില്ല, അങ്ങനെ നിന്നാ മതി, കുട്ടികൾ നന്നാവും. കൊറേ ക്ലാസ് ആണ് എടുത്ത് കുട്ടികളെ ഒരു സിസ്റ്ററാണ്ട് വെച്ചിട്ട് പോകാണ്ട് വിട്ടാലോ ആ 2.5 മണിക്കൂർ മാത്രം. ഇപ്പൊ ഞാൻ കോണിപ്പടി വന്ന് കയറുമ്പോൾ അവിടെ സിസ്റ്റർ മണക്കുന്നുണ്ട്. മണ്ട നമ്മള് മാത്രം അറിഞ്ഞാൽ മതി, ആരും സത്യത്തിൽ സംഗതിയൊക്കെ പഞ്ചറായി തുടങ്ങി. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറുമ്പോൾ അവിടെ വീടിയും സിസ്റ്ററും മണക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് ഇവിടെ പങ്കെടുത്ത മാലിന്യങ്ങള് അവിടെയുള്ള സിസ്റ്ററൊക്കെ എടുത്തിട്ട് കരിച്ചാണ്ട് കിട്ടാതിരിക്കുന്നതാണ്. കാരണം ഇബിലീസും കുറ്റിയല്ലേ. ഞാൻ മനസ്സിലാക്കണേ അങ്ങനെ. നമ്മൾ കുട്ടികൾക്കെതിരെ നമ്മൾ പഠിപ്പിക്കുന്നതിനെതിരെ നമ്മളെടുത്ത് എന്തെങ്കിലും പരസ്യമായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും, പ്രത്യേകിച്ച് നേരത്തെ അവിടെ സംസാരിച്ച ലിബറൽസ് ഉള്ള കാലം പല ചോദ്യങ്ങളും കുട്ടികൾ ചോദിക്കും. ഇന്നലെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനായ സദറുണ്ട് ഉച്ച നേരത്തെ. ഒരു അർജന്റാണ് ഇവിടെ, ഭയങ്കര പ്രശ്നമാണ്. എന്തേന്ന് വെച്ചാൽ അയാളെങ്ങനെ ക്ലാസ് എടുത്തപ്പോ ഒരു കുട്ടി ഇപ്പൊ കുട്ടികൾ എന്തൊക്കെ ചോദിക്കുന്ന ഒരു കുറിച്ചല്ല. കാരണം മുഅല്ലിമീങ്ങളൊക്കെ മയ്യത്ത് കുട്ടികളും മുഖേറിന് കയറുവാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്ന കാലാണ്. അപ്പൊ എന്ത് എവിടുന്ന് ചോദിക്കുന്ന ഒരു പുറത്തല്ല. അപ്പൊ ഇയാള് ഖുർആന്റെ മാത്രമൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്ത് കുട്ടി വെച്ചാലാ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ? എനിക്ക് സംശയം ഉസ്താദേ, അള്ളാന്റെ കലാം അറബി ഭാഷയില അല്ല, അള്ളാന്റെ കലാമിന് അക്ഷരം ഉണ്ടോ? ഇല്ല. അപ്പൊ ഖുർആൻ അറബിയല്ലേ? ചോദിക്കാൻ പാടില്ല, മുർത്തദ്.
ഇയാൾ 40 കൊല്ലം സദറായ ഏതെങ്കിലും ഒരു കുട്ടി ഒന്നാവും. ആ കുട്ടി നേരെ പോയിട്ട് പറഞ്ഞു ഞാൻ മുർത്തദാന്ന് സദർ പറഞ്ഞിരിക്കണം. എന്തായിരിക്കും ആ മദ്രസന്റെ അവസ്ഥ? കുടുംബത്തിലാണെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് പുതിയ മെമ്പറെ കിട്ടിയല്ലേ, ആകെ പ്രശ്നം. എന്നിട്ട് ഇയാളെന്നോട് എങ്ങനെ മറുപടി പറയാം? ഞാൻ പറഞ്ഞു നിങ്ങൾ വേഗം പറഞ്ഞാലേ ആ കുട്ടിയെ റൂമിലേക്ക് വിളിക്കുക. ഖുർആൻ അള്ളാന്റെ കലാം തന്നെയാണ്, പക്ഷെ മുസാഫിലുള്ളത് അള്ളാന്റെ കലാമെന്ന് നമ്മൾ പറഞ്ഞത് അവർക്ക് അർത്ഥം വെച്ചു കൊടുക്കരുത്. ഒരു കണ്ണാടി ഇങ്ങനെ പിടിക്കും, അവന്റെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയാം ഈ കണ്ണാടിയിലുള്ളത് ആരാ? അപ്പൊ പറയും ഞാനാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ബിരിയാണി അങ്ങോട്ട് കൊടുക്കുക, അവനോട് പേര് കനപ്പനല്ല. കണ്ണാടിയിലുള്ളത് ഇവനാണെങ്കിൽ ബിരിയാണി കൊടുക്കുമ്പോ അങ്ങോട്ട് കൊടുത്താൽ അത്ര തേക്കുമ്പോ അവിടെ തേച്ചാ പോരാ. എന്നാ ഇവൻ ആ കണ്ണാടിയിലുള്ള ഞാനാന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയാണ് മുസാഫിലുള്ളത് അള്ളാന്റെ കലാം എന്ന് പറഞ്ഞത്. അള്ളാന്റെ കലാം മഷീന് വരൂല, അള്ളാന്റെ കലാം അനന്തമാണ്, എഴുതിയ തീരൂല. മുസാഫ് മാത്രം ഒരു കുപ്പി മഷി കൊണ്ട് തീരും, പക്ഷെ അള്ളാന്റെ കലാം തീരുവോ? അപ്പൊ മുസാഫിലുള്ളത് അള്ളാന്റെ കലാമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പള്ളിയിൽ ഓതി പഠിച്ചാൽ മനസ്സിലാവും. ദാലിന് കണ്ടിട്ട് മദലൂല എന്ന് പറയും, ദാല് കണ്ടിട്ട് മദലൂല എന്ന് പറയും. എത്ര എളുപ്പമുണ്ട്, പക്ഷെ മൂപ്പര് ആ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല. മൂപ്പര് സ്കൂൾ മദ്രസ രണ്ടും മാഷുമാണ് സദറുമാണ്. അതാണ് പ്രശ്നം. നഞ്ഞ് രണ്ടും ആയിക്കോട്ടെ, പക്ഷെ അതും ശരിക്കും പഠിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് അന്താരാഷ്ട്ര പണ്ഡിതന്മാരൊന്നും ഇപ്പൊ ഒരുപാട് കിതാബുകളുണ്ടല്ലോ, ഒന്നും വേണ്ട. സംശയം ഇറങ്ങുന്ന പുതിയ കിതാബുകളൊക്കെ നന്ദി എല്ലാ കിതാബും എല്ലാ ഭാഷയും ചവച്ചരിച്ച് ഉറുദു ഒക്കെ ചിരിക്കുന്ന കുട്ടികൾ 1000 തന്നാലും സംശയനോട് ചോദിച്ചാൽ ഏതെങ്കിലും ഒന്നും ഉത്തരം കിട്ടാതിരിക്കും. എല്ലാം കൂടി വായിച്ചിട്ട് ആരായി പറഞ്ഞു വായന കൂടിയായില്ലെന്ന്? അതൊക്കെ മൗഢ്യമാണ്. കുറെ ഭാഷ പഠിക്കാൻ ഇല്ലെന്ന് ആര് പറഞ്ഞു? മൗഢ്യമാണ്. അതൊക്കെ നല്ലതാവാം, മാലാത്തുകളാണ്, പക്ഷെ മർമ്മം ഉണ്ടെങ്കിൽ ആദ്യം മർമ്മാണ് വേണ്ടത്. മർമ്മം പഠിക്കും, അതില്ലാതെ കുറെ ചാടി കളിച്ചിട്ട് കുറെ ഉറുദു ചേർത്തുന്ന കാര്യമില്ല. അത് മർമ്മത്തിൽ നിൽക്കുന്നു. അവനെ ഇളക്കാൻ ഈ ലോകത്ത് ഒരു വൻകിട ശക്തിക്കും സാധ്യമല്ല. ആദ്യം കായികത ശരിക്കും പഠിച്ചു, തിണ്ണ ശരിയാക്കി, എന്നിട്ട് അതിൽ നിൽക്കുക. ഫൗണ്ടേഷൻ ഇല്ലാതെ എവിടെ ബിൽഡിംഗ് കിട്ടുക? ഇപ്പൊ കുറെ ആളുകൾ മനസ്സിലാക്കുന്നത് കുറച്ച് ഭാഷ കൊണ്ട് പഠിച്ചോ. ഭാഷ പഠിക്കുന്നത് നല്ല, നമ്മളതിനെ എതിരൊന്നല്ല. ഭാഷ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. പണ്ട് ഡൽഹി പോയിട്ട് ഒരാൾ ഹൗസിൽ ഇങ്ങനെ കാലിട്ട് കണ്ടോ ചോദിച്ചു, ചിത്രം വെളുത്തിട്ടല്ല. ഇതിന് മാന മനസ്സിലാക്കണം, നല്ലതാണ്. പക്ഷേ അസലതൊന്നുമല്ല, അസലതൊന്നുമല്ല. അസല് ഉള്ളത് തഹ്ഖീഖായിട്ട് മനസ്സിലാക്കി. ഏതൊന്നും നാട്യപുസ്തകം ഉണ്ടെങ്കിൽ നാട്യപുസ്തകം പുതിയ ഏതെങ്കിലും കിതാബ് വായിച്ചിട്ടുണ്ടാവും? ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. വാദപ്രാർത്ഥനയൊക്കെ പോലെ ഒന്നും മുത്താലയാണ് ആണ്ടിരുന്ന്. നമ്മളല്ല, ഇന്നുള്ള എല്ലാ ഭാഷയും പഠിച്ച ആൾക്കാരും മുന്നിരുന്ന് ചോദിച്ചോക്കട്ടെ, ഉരുളക്ക് ഉപ്പേരി വരെ കിട്ടില്ല. എന്താ പഠിച്ചതൊരു പഠനാണ്. ആ തിണ്ണ പൊളിക്കാന് ഇന്നുള്ള വായാടികൾ 1000 ഒരുമിച്ച് വിടാനും സാധ്യത. അങ്ങനത്തെ 4 അല്ലെങ്കിൽ എക്സ് മുസ്ലിമീങ്ങളൊന്നും കൂടുവോ? ഇതിങ്ങനെ വായിച്ചിട്ടാണ് എക്സ് മുസ്ലിമീങ്ങൾ കൂടുന്നത്. ഈ എക്സ് മുസ്ലിമീങ്ങളൊക്കെ വായിക്കാത്തവരാ നിങ്ങൾ മനസ്സിലാക്കി. ആരിഫ് ഹുസൈൻ നന്നായി വായിച്ചിട്ടുള്ള ജബ്ബാർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാം എന്ന് പുറത്തു, ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാം എന്ന് പുറത്തു പോയത്. രാത്രി 2 മണിക്ക് അയാൾ പ്രസംഗിച്ചതാണ്. ഞാൻ പറയല്ല, ഞാൻ ഖുർആൻ പരിഭാഷ ഇങ്ങനെ വായിച്ചപ്പോ പരിഹസിച്ചത് എന്റെ ചിരി കേട്ടപ്പോ വാപ്പ വന്ന്, അപ്പൊ ഖുർആന്റെ പരിഭാഷ ഇങ്ങനെ വായിച്ച് ചിരിക്കാണ്. വാപ്പത് വാങ്ങിച്ചിട്ട് വായിക്കണ്ടായിരുന്നു, അങ്ങനെ അച്ഛനാമെന്ന് ഓർത്ത് അയാൾ പറഞ്ഞു. വായിച്ചിട്ടാണ് ഓർത്തു വന്നത്. അതുകൊണ്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചവറുകൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന ഒരു സങ്കടം എന്താ അറിയോ? ലോ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ലോ കുന്നാ നഖറഉന്നല്ല, ലോ കുന്നാ നസ്മഉ. ഞങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് കേട്ട് പഠിച്ചിരുന്നെങ്കിൽ നരകത്ത് പോകാൻ കാരണം കിതാബ് വായിക്കാത്തോണ്ടോ പുസ്തകം റെഫർ ചെയ്യാത്തോണ്ടല്ല, മഹാന്മാരിൽ നിന്ന് കേട്ട് പഠിക്കാൻ. അവിടെയാണ് മാലിന്യം വളരുന്നത്, അവിടെയാണ് സദർ ഉയരുന്നത്. നമ്മൾ വെറും ഇങ്ങനെ വായിച്ചാണ്ട് നമ്മളൊരു സിലബസ് തീർക്കാൻ വേണ്ടി അതൊരു ബിസിനസ് ആക്കി മാറ്റിയാൽ അധ്യാപനം തൊഴിലാകും. അധ്യാപനം തൊഴിലല്ല, ധ്യാനമാണ്. ഏറ്റവും വലിയ ധ്യാനം അധ്യാപനമാണ്. അപ്പോ അത് അല്ലാഹു തരുന്നതാണ്. അതങ്ങനെയായിരുന്നു കാലം അത്രയും. ഒരു മഹല്ലിലെ സദർ എന്ന് പറഞ്ഞാൽ മഹല്ലിന്റെ മൊത്തം സംഘാടകനാണ്.
കാരണം ഒരു ഉമ്മയും വാപ്പയാവുക എന്ന് പറഞ്ഞാൽ കൂടി വന്ന ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു 10 മക്കൾക്ക് ഉമ്മയും വാപ്പയാവും. പക്ഷെ രക്ഷിതാവ് 1000 ആളുകൾക്ക് ഒരു രക്ഷിതാവാണ്. കാരണം സദറാണ് സത്യത്തിൽ രക്ഷിതാവ്. രക്ഷപ്പെടുത്തുന്ന എവിടെയാണ്? റൂഹ് രക്ഷപ്പെടുത്തണ്ടേ? ജസദിനെ വണ്ണം കൂടിയിട്ട് കാര്യമുണ്ടോ? ഇറച്ചിന്റെ മാർക്കറ്റ് പോത്തിനല്ലുള്ളത് മനുഷ്യനുണ്ടോ? ഇറച്ചിക്ക് മാർക്കറ്റ് പോത്തിനല്ലുള്ളൂ. ഈ പൈസ നല്ല തടിയുള്ളവരുണ്ടാവും, തടിയില്ലാത്തവരുണ്ടാവും. തടിയുള്ള കൂട്ടത്തിൽ മഹാന്മാരുണ്ടാവും, മെല്ലിച്ചോരിയിൽ മഹാന്മാരുണ്ടാവും. നേരെ വിളിച്ച് നമുക്ക് പറയാൻ പറ്റുമോ അത് നല്ല സുഫിയാര് മനുഷ്യനാണ് 110 കിലോ പറയാൻ പറ്റില്ല. അത് ഉദയത്തിന് എവിടെയാണ് പറയുന്നത്? അത് അക്കീഖന്റെ എവിടെയാണ്? റൂഹിന്റെ ക്വാളിറ്റി എല്ലുമലല്ല, നരമ്പുമലല്ല, അർശമലല്ല, അത് ഇൽമുമല്ല. പക്ഷേ അങ്ങനെ അളക്കുന്ന ആളുകളാണ് ഇന്ന് പലപ്പോഴും നമ്മൾ അയവുകൾ മൊത്തം മറച്ചു വെക്കണ യൂണിഫോം മൊത്തം മറച്ചു വെക്കണം. ശരിക്കും ചർച്ച ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു അര ക്ലാസ്സിനുണ്ടാവും ഒന്നും. അപ്പൊ നമ്മൾ ഈ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് എന്താണ് എന്നൊരു തഹത്തീത്ത് അത്യാവശ്യം. എന്നാലേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ ഇത് പഠിപ്പിക്കണോന്നും തിരിയണില്ല, കേൾക്കണോന്നും തിരിയണില്ല. ഞാൻ ചില സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചതായി. എലക്ഷന് മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. അപ്പൊ മുമ്പ് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോ എതിരാളികളെ നേരിട്ടു. ആരോ എഴുതി കൊടുത്തതാണ്, മനസ്സിലാക്കിയിട്ടില്ല. മുമ്പരാണ്ട് പറഞ്ഞു ഞങ്ങൾ പുരോഗമനം ചിന്തിച്ചുകൊണ്ടിരിക്കുക. കോഴിക്കോട് ഒരു 200 ഉണ്ടാക്കാനുള്ള തീരുമാനം, തിരുവനന്തപുരത്ത് ഒരു 200 ഉണ്ടാക്കാനുള്ള തീരുമാനം, തൃശ്ശൂരിന്റെ നെഞ്ചത്ത് ഞങ്ങൾ 200 ഉണ്ടാക്കും. ആർക്കും മനസ്സിലായില്ല എന്താ 200. അവസാനം തന്റെ പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ വേർക്കാൻ തുടങ്ങി. കാരണം എതിരാളികളൊക്കെ റോട്ടിൽ തടിച്ചു നിൽക്കുകയാണ്. ഈ 200ന്റെ കഥ എന്താന്ന് അറിയണമല്ലോ. വണ്ടി കയറാനായിട്ട് ഒരാൾ ചോദിച്ചു, ആചാര്യ നിങ്ങളിപ്പോ കുറെ 200 പാസ്സാക്കി പോയല്ലോ, എന്താ എന്ന് വെച്ചു. മുണ്ടനയുടെ ഹണക്ക് എനിക്കും തിരിഞ്ഞിട്ടില്ല. അപ്പൊ പോയി നോക്കി മെന്താരങ്ങള് എഴുതി കൊടുത്ത് സൂ ഉണ്ടാക്കുന്ന മൃഗശാല സെറ്റ് 2 വായിച്ചു. ഇങ്ങനെ മദ്രസയിൽ ക്ലാസ് എടുക്കരുത്. ആ ഉസ്താദ് മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോ നമ്മൾ ആ വിഷയങ്ങൾ തഹക്കീക്കാക്ക എല്ലാം കൂടി വേണ്ട. അപ്പൊ കതിരുകളൊക്കെ ചോദ്യം വരുന്നതാണ്. കതറുകള കൊണ്ടാണ് ഇന്ന് ഒട്ടുമിക്ക ആളുകളും എക്സ് മുസ്ലിമുകളാണ്. അതിന്റെ ചരട് കതിരുകളാണ്, ഒരു സംശയം വേണ്ട. മജീദ് സുല്ലമി അയാളത് എന്തൊക്കെയാ പറയുന്നത്? അതിന് ചരട് കതിരുകളാണ്. ചാവക്കാടുണ്ട്, ഇവർക്കൊക്കെ അറബ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ. എക്സ് മുസ്ലിമാന്റെ കതിരുകളാണ്. ഇപ്പൊ കുട്ടികളും മദ്രസയിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കതിരുകളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉദാഹരണ സഹിതം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആള് സദറുമായാല് നമ്മളെ മദ്രസയിൽ ഒറ്റ കുട്ടി എക്സ് മുസ്ലിം, ഒറ്റ കുട്ടിയോ ഒരു ഉദാഹരണം പറഞ്ഞു. പിന്നെ നമ്മളെ സമീപനം, സംസാരവും ഓരോ അവസ്ഥ അനുസരിച്ചുകൊണ്ടുള്ള പെരുമാറ്റവും. ഈടെ അടുത്ത് ഒരാളിനോട് പറഞ്ഞു, ഒരു സദറന്നെ പറഞ്ഞു, അയാളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി SLC മാർക്ക് വളരെ കുറഞ്ഞു, ഒരർത്ഥത്തിൽ തോറ്റു എന്ന് പറയും. വാപ്പ ഈ കുട്ടിനോട് പറഞ്ഞു, ഈ തോറ്റിയില്ലേ, വേണ്ട റോഡ് സൈഡ് നോക്കിയിട്ട് ഒരു അണ്ണനുണ്ട് അവിടെ ഇങ്ങനെ പൈസ ഒക്കെ തെണ്ടി നടക്കുന്നത്. ഈ ആചകനെ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതുപോലെ ഉണ്ടായിപ്പോ SLC തോറ്റുകൊണ്ട് ഒരു വാപ്പാന്റെ വർത്താനം. ഈ കുട്ടി ആത്മഹത്യന്റെ ഒത്തു വരെ അവസാനം സദർ വെച്ച് എന്താ എനിക്കൊരു മുഖക്കൊരു വാട്ട, എന്താ ടെൻഷൻ, എന്താ വാപ്പ അങ്ങനെ പറഞ്ഞു. അവ സദർ കണ്ടു. ഇതേ മനുഷ്യന്റെ സദറുണ്ട്, ജി തോറ്റിയില്ലേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ജയിച്ചാല് എനിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പോവാ, ഇത്രയും പാവങ്ങളെ നോക്കാൻ പറ്റൂല. ജി തോറ്റതുകൊണ്ട് ഈ ഒരു പക്ഷേ ഒരു സാംസ്കാരിക പ്രവർത്തനാകും, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനാകും. ഇങ്ങനത്തെ കുറെ ആളുകൾക്ക് റോഡ് കൊണ്ടു നടക്കാനോ അങ്ങോട്ട് കൊണ്ടു നടക്കാനോ, ഓർക്ക് പഴയ തുണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ നമുക്ക് സ്വർഗം കിട്ടുന്നു. ആ കുട്ടി കണ്ണിലാണ്ട് വെള്ളം സ്ഥാനം കെട്ടിപ്പിടിച്ചു. രണ്ട് ലോകത്തിലെത്തിച്ചു. അത് പറയാൻ സദറിനെ കഴിയുള്ളൂ. കാരണം സ്കൂളിൽ ഇതില്ല. റൂഹിന് ക്വാളിറ്റിയിൽ എന്തെങ്കിലും സ്കൂൾ പഠിക്കണ്ടെന്ന് അതിനർത്ഥമില്ല, പഠിക്കണം. പക്ഷെ കല്യാണത്തിനിടയിൽ കാനോത്ത് മറക്കരുത്. അതിന് നേതൃത്വം കൊടുക്കണേ, ഈ റൂഹിന് ക്വാളിറ്റിക്ക് നേതൃത്വം കൊടുക്കണേ നമ്മളല്ലേ.
നമ്മളിതെന്ത് ചെയ്യുന്നത്? ഖുർആൻ പുസ്തകങ്ങളൊക്കെ വെക്കുമ്പോ അതിന് മട്ടത്തിൽ വെക്കും. ബാപ്പ ഇമ്മി ഉസ്താദൊക്കെ അങ്ങനെ തന്നെ. കാരണം സ്കൂളത്തെ പുസ്തകമൊക്കെ അടിയിൽ, പിന്നെ ഹദീസ്, പിന്നെ ഖുർആൻ ഇത് വെക്കും. ഇത് പഠന സമയത്ത് ഖുർആൻ അടിയിൽ പുസ്തകങ്ങളൊക്കെ പഠന സമയത്ത് അതിന് മനസ്സുകൊണ്ട് സ്ഥാനം കൊടുക്കുന്ന സമയത്ത് സമയം ഉണ്ടെങ്കിൽ ഖുർആൻ പഠിക്കുക, സമയം ഉണ്ടെങ്കിൽ ഫിഖ് പഠിക്കുക, കുറെ സമയം സ്കൂൾ പഠിക്കുക. ഇപ്പൊ സ്കൂൾ പഠനം ബിരിയാണി, ദീനി പഠനം അച്ചാറുമാണ്. മുമ്പ് അങ്ങനെയല്ല. ഭൗതിക പഠനം അച്ചാറും, ദീനി പഠനം ബിരിയാണിയും. നേരെ തൻഅകിസുൽ ഉമൂർ മുഹമ്മദ് മുസ്തഫ. എന്തെങ്കിലും തലപ്പിനൊന്നും നക്ക, എന്നിട്ട് കുറച്ച് ഭാഷയും പഠിക്കുക, എന്നിട്ട് കുറെ ഇംഗ്ലീഷ് ആയിട്ട് പുറത്തിറങ്ങുക. സുന്നത്തമാത്തിന് എന്തെങ്കിലും ഒരു കാഴ്ച വെച്ചാൽ ഒരു പൂരത്തോട്ടുണ്ടാവും. ഇതല്ല വേണ്ടത്. അത് സമുദായത്തെ അത് നമ്മൾ പഠിക്കണമൊക്കെ തഹ്ഖീഖായിട്ട് പഠിച്ചു. എന്നാലേ അവരെ കൊണ്ട് സമുദായത്തിന് ഉപകാരം ഉണ്ടാവും. നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി. മറ്റേത് അച്ചാറാണ്, അത് നല്ലതാണ്, അത് ദീന ഉദ്ദേശിച്ച. ഉസ്താദ്മാർ ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ, ഉസ്താദ്മാർ ഇംഗ്ലീഷ് പറയണം, പക്ഷെ ഇംഗ്ലീഷ് പറയാൻ ഉസ്താദ് ആവരുത്. അത് രണ്ടും രണ്ടാണ്. ഭൗതിക വിദ്യാഭ്യാസം വേണം, അത് ഭൗമൽ ഒതുങ്ങണം. ഭൗഭൗ പറഞ്ഞ സാധനമാണ്. അപ്പൊ അതിങ്ങനെ ഭൗ 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 സ്വാഗതം പറയുന്ന എല്ലാവരും ഭൗ 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 നടന്നുകൊണ്ട് അതിന്റെ ഇടയ്ക്കുണ്ടാവൂല. നിങ്ങൾ എന്നെ എങ്ങനെ കരുതിയാലും എന്റെ വിഷയമാണ് കൈകാര്യം. നീ പരിപാടിക്ക് വിളിച്ചാലും ഇല്ല, അനുപ്പ വന്നല്ലോ, ഉള്ള സമയത്ത് ആക്കാണ്ട് പറഞ്ഞു പോവാം. അപ്പൊ വളരെ ഗൗരവം, സമുദായം പൊരുത്തപ്പെടുക. അതുകൊണ്ട് അതൊക്കെ പറയുന്നത്. ഇനിയുള്ള കാലത്ത് ഇൽമ എന്താണെന്ന് പോലും ആളുകൾ തെറ്റിത്. എന്താണ് ഇൽമെന്ന് ആൾക്കാർക്ക് അറിയില്ല. ഒന്ന് മിമ്പറിന്റെ ഉള്ളിലാണ് കയറിയിട്ട് ഒന്ന് കാണാതാണ് കുത്തുപോയാൽ ഓനായിരിക്കും അന്താരാഷ്ട്രമുണ്ട്. ഇനിയുള്ള കാലത്ത് നേരെ മറിച്ച് അങ്ങനെ ഒരു വരി പറയാനോ കേൾപ്പിക്കാനോ കഴിയാത്ത വലിയ മുഹത്തിത്തായിരിക്കുണ്ടാവും. സമുദായം തിരിഞ്ഞു നോക്കൂല, കാരണം ഇത് ജാഹിലാണ്. കാണാതല്ലേ കുത്തുപോകുന്നത്. നിള്ള കാലം അങ്ങനെ ഒരു സംശയക്കാരത്തിലൊന്നും വേണ്ട, ഒരു സംശയം. അപ്പൊ ഇൽമ എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത ലോകമാണ്, കാലമാണ്, ദുരവസ്ഥ. അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു അവബോധം, നമുക്ക് തഹ്ഖീഖുണ്ട്. ഒരു മുഹഖിഖ് എല്ലാ കിതാബും കണ്ടോളന്നില്ല, ഓൻ പറഞ്ഞത് ഏതെങ്കിലും കിതാബും. അത് മൂപ്പര് ശംസുൽ ലോകത്തുള്ള എല്ലാ കിതാബും കണ്ട ആളാണ് നിങ്ങൾ എഴുതിയത്. അതിൽ നിന്നുള്ള കിതാബൊക്കെ പുതിയ അന്നുണ്ടോ? പക്ഷെ ഒരൊറ്റ വജ്ജത്തുമില് അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഇല്ല. ശംസുൽമക്ക് മിക്കവാറും കാര്യത്തിന് തെളിവ് ഷാഫിയിൽ വേണം. ശംസുൽമീൻ കണ്ണീർ അടിസ്ഥാനൊരു വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അതിൽ ശംസുൽമക്ക് തെളിവ് വജ്ജത്ത് വരുന്നു. മക്ബറിന്റെ വരുമാനം ആർക്ക് കൊടുക്കണം എന്നുള്ള വിഷയത്തിൽ രണ്ടാളും തർക്കമായിട്ടുണ്ട്. ശംസുൽമാൻ തെളിവിളിച്ച് വജ്ജത്തുമാണ്. നമുക്ക് മക്ബറിന്റെ വരുമാനം ആർക്ക് കൊടുക്കണം എന്നുള്ളതിന് വജ്ജത്ത് തെളിവെടുക്കാൻ പറ്റും. നമുക്ക് ആകെ വജ്ജത്തുണ്ട് കോട്ടുപാടുള്ള. എന്താണ് പറഞ്ഞത്? ഏറ്റവും വലിയ ലവ് ലെറ്റർ എല്ലാം സമർപ്പിക്കുന്ന ഒരു കവിതാക്കൾക്കിടയിൽ അത്ര ഒരു റൊമാൻസ് ഒരു ലവ് ലെറ്റർ സമർപ്പിക്കാൻ കഴിയില്ലല്ലോ. ജീവിതം ഒക്കെ നാട് പറയാം, അതല്ല ഗസാലിമ പറഞ്ഞ രാവിലെ എണീച്ചിട്ട് അള്ളാഹ് നബി പച്ച നുണ പറയണ ഹംക്കല്ലേ ഗസാലിമ പറയാം. മുമ്പ് ലൈല മജ്നുവിനെ ലൈലിനെ തെരഞ്ഞിങ്ങനെ നടക്കാനിടയിൽ കുറെ ആൾക്കാർ നിസ്കരിക്കുന്നു. അപ്പൊ ഇത് ലൈലല്ലേ തലയില് ഇപ്പൊ നിസ്കരിക്കണം എന്ന് മുപ്പര് കണ്ടിട്ടില്ല. അതിന്റെ മുമ്പ് കൂടെ പോയപ്പോ ഇമാമ തട്ടി നിസ്കരിക്കണം. മജ്നൂൻ പറഞ്ഞു, സോറി, ഞാൻ എന്റെ കൽബിൽ മൊത്തം ലൈലയാണ്. അപ്പൊ ഓളെ പ്രേമിച്ചാ നടക്കും, നിങ്ങൾ നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അതിലാണ് ഇമാമ തലക്കൊരു അടി കൊടുത്തത്. ഇവന്റെ കൽബിൽ ലൈലായപ്പോഴേക്ക് നമ്മളോ കണ്ടില്ല. ഞാനിപ്പോ അള്ളാനെ സ്നേഹിക്കുന്നവരിട്ടപ്പോ നിൽക്കുന്നു, ഞാനാണ് ഓനെ കണ്ടു ചെയ്തത്. എന്താ വെച്ചാൽ ഞാനൊരു കാര്യമായ സൂഫിന്റെ ബാക്കിൽ നിസ്കരിക്കാം. അപ്പൊ ഞാൻ നിസ്കാരം കഴിഞ്ഞ മുപ്പതിന്റെ വണ്ടിയിൽ തന്നെയല്ല, ഞങ്ങളുടെ ഒരു സ്ഥലത്തൊക്കെ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് നിസ്കാരത്തിലുള്ള ഈ ചലനം ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. എനിക്കിങ്ങനെ പേടിയാവും, ഇങ്ങനെ ചൊറിഞ്ഞപ്പോ. അപ്പൊ മൂപ്പരുണ്ടിനോ ചൊറിഞ്ഞ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ എണ്ണ എടുക്കായിരുന്നോ എന്ന് വെച്ചു. ഞാൻ ആകാണ്ട് വണ്ടിനടിക്കുക. അവിടെയാണ് ഫിഖും തസ്സൂഫും തമ്മിൽ ഏറ്റവും കൂടുതൽ തസ്സൂഫ് പൊളിഞ്ഞു ഫിഖ് പൊളിഞ്ഞോണം ചിലരങ്ങനെ. അപ്പൊ എന്നോട് ഞാൻ ചൊറിഞ്ഞറിഞ്ഞ് നിങ്ങൾ ബാക്കിൽ നിന്നിട്ട് എണ്ണ എടുക്കരുതെന്ന് വെച്ചു.
പണ്ട് ഒരു ഗുരുവും ശിഷ്യനും കൂടി പോവാണ്. അപ്പൊ ഇതൊന്നും ഫിഖില് ശരിയല്ല, പക്ഷെ തമാശകയില് മെസ്സേജ് ഉണ്ടെന്നുള്ളത് ശരിയല്ല. ഉസ്താദ് ശിഷ്യനും കൂടി ഇങ്ങനെ പോകുമ്പോ പുഴ അപ്പുറത്ത് കടക്കണം. ഒരു ചെറുപ്പക്കാരത്തെ അവിടെ കുടുങ്ങിയെങ്കിലും ആണ് പോകാൻ കഴിയും. അപ്പൊ ഈ ഉസ്താദ് എടുത്തിട്ട് ആ പെണ്ണിനെ തോളില് അക്കരെ കടന്നപ്പോ മൂപ്പരെ ഇറക്കി വിട്ട് മൂപ്പരിങ്ങനെ പോവാ. ശിഷ്യ എങ്ങനെ എന്റെ ഉസ്താദ് ആ പെണ്ണെടുത്ത് തോളിൽ കൊറേ കഴിഞ്ഞപ്പോ വീർപ്പ് ഉസ്താദ് ചെയ്തേ ശരിയാണ്. ഒരു പെണ്ണിനെ ഇട്ടാണ് തോളിൽ. ഞാൻ ഓളെ നേരത്തെ ഇറക്കി, ഇപ്പോഴും ഇറക്കിയിട്ടില്ല. ഞാൻ എത്ര മണിക്കൂറായി ഓളെ ഇറക്കിച്ചിട്ട് ഇപ്പോഴും ഇറക്കിയിട്ടില്ലേ? അവിടെയാണ് ഫഖീഹും സൂഫിയും തമ്മിൽ ഏറ്റുമുട്ടും. വാദപ്രവാദത്തിന്റെ സ്റ്റേജൊക്കെ പൊളിച്ചിട്ട് ബെഞ്ചിന്റെ അടിക്കാണ്ട് പോകണം. തസൂഫ് വേണം, പക്ഷെ ഫിഖ് പൊളിക്കാൻ ഫിഖ് കപ്പല. തസൂഫ് അത് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം. നിസ്കാരത്തിൽ ഇഖ്ലാസ്, ഫിഖിൽ ശർത്തല്ല. ഏതെങ്കിലും കിതാബ് കാണിച്ചു, പക്ഷെ സൂഫിയാക്കളെ കിതാബ് ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിച്ചാൽ ശരിയാവും. പക്ഷെ ഇഖ്ലാസ് ഇല്ലാതെയാണ് നിസ്കരിച്ചെന്ന് ഒരു ഫഖീഹിനോട് പറഞ്ഞാൽ ഖളാ ഉണ്ടെന്ന് പറയില്ല. രണ്ടും കൂടുമ്പോഴാണ് ഇൽമ വെളിച്ചമുണ്ടാവും. അല്ലെങ്കിൽ കുറെ ഭാഷ ഛർദ്ദിച്ചാണ്. അപ്പൊ സദറിന്റെ റോള് മുഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വാർത്തെടുക്കുക, റൂഹിനെ പരിപോഷിപ്പിക്കുക. എന്നിട്ട് എവിടെ എത്തിക്കണം? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അവിടേക്ക് എത്തിക്കാനാണ് സദറും മുഅല്ലിമീങ്ങളും പരിശ്രമിക്കുന്നത്. അവിടെയാണ് കുട്ടികൾ വിജയിക്കുന്നത്. കുട്ടികൾ നല്ല ഇംഗ്ലീഷ് പഠിക്കട്ടെ. കാരണം ഇനിയുള്ള കാലത്ത് ഇതൊന്നും പഠിക്കാതെ പിടിച്ചിക്കാൻ പറ്റൂല, ഒരു സംശയം കാര്യത്തിലില്ല. അമേരിക്കയ്ക്ക് മുമ്പ് ഒരു ചങ്ങായി പിരിവിന് വേണ്ടി പോയ പോലെ അവിടെ പോയി പിരിവിന് കൊടുക്കാൻ കയറാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയൊരു ബിൽഡിംഗ് കണ്ടത്. ഒരാളോട് ഇത് ആരുതാന്ന് വെച്ചാൽ അയാൾ പറഞ്ഞു ഐഡോണാണ്. ഞാൻ എവിടേക്കും പോണ്ട, ഐഡോണാജിന്റെ പേരേക്ക് കുറച്ചും കൂടി പോയപ്പോഴാണ് കുറെ ബസ് കണ്ടത്. ഒരാളോട് ഇതായിരുന്നു അതാണ് കൊടുക്കാൻ കരുതിയാലേ ഐഡോണാജിക്ക് അവിടെ കുറെ ബിൽഡിംഗ്, ഇവിടെ കുറെ ബസ്. അങ്ങനെ പിരിവിഞ്ഞ് അവിടുന്ന് തന്നെയാണ് തീരുമാനിച്ച. അവന്റെ പേരെ ചോദിച്ച് ഇങ്ങനെ പോകുമ്പോഴാ കുറെ ആൾക്കാർ കൂടിയിട്ട് ഒരു മയ്യത്ത് താങ്ങിക്കൊണ്ട്. അപ്പൊ ഒരാളോട് ഇതായിരുന്നു ഐഡോണോ. എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവസാനം വരുന്നുണ്ട് അവിടെ ബിൽഡിംഗ്, ഇവിടെ ബസ്. അവസാനം ഗതി ഇതല്ലേ എന്ന് തീരുമാനം എടുത്തു. അപ്പൊ പഠിക്കണേ നല്ലതാണ്. പക്ഷെ കബറ് പോയാലും റബ്ബുക്കാൻ നോക്കുമ്പോ ഐഡോണെന്നാണ് പറഞ്ഞ മോന്താണ്ട് കായും. അവിടെ അല്ലാഹു റബ്ബി എന്നുള്ള കുട്ടികളെ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പേരാണ് സദർ. അവരെ പേരാണ് മുഅല്ലിമീൻ. അവർക്ക് സല്യൂട്ട് നൽകി 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ ഇനി എന്താ മുഅല്ലിമീങ്ങൾക്ക് ഗിഫ്റ്റ് വേണ്ടത്? ആ ഹദീസ് പോലെ അവിടുത്തെ അനന്തര സ്വത്ത് നമ്മളെ കയ്യിലുണ്ട്. അതിന്റെ നേലിമലി നമ്മളറിയാം. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അവിടെയാണ് നമ്മുടെ മുൻഗാമികളായ മുഅല്ലിമീങ്ങൾക്ക് മാതൃകളുള്ളത്. സി.എച്ച്. ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, വലിയുള്ളാഹി ശംസുൽ ഉലമ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവരൊന്നും പെരുത്തി പറയണവരല്ല. അവർ ജീവിതത്തിൽ അതൊക്കെ ഉൾക്കൊള്ളുന്നവരും നടക്കുന്നവരും ഇസ്തിഖാമത്തിന്റെ ആളുകളാണ്. അവർ കൂടുതൽ പറയണ്ട. ഷാഹിദിന് എന്തിനാ സംസാരിക്കുന്നത്? എന്തിനാ ഷാഹിദ് സംസാരിക്കുന്നത്? റാസിമാം ഇങ്ങനെ പോകുമ്പോ ഒരു തള്ള വഴിയിൽ നിന്നിട്ട് വെച്ചിട്ട് ആരാണ്? അപ്പൊ ഒരാൾ വെച്ചാൽ അറിയില്ല. അല്ലുണ്ട് എന്നുള്ളതിന് ആയിരക്കണക്കിന് ദലീൽ സ്ഥിരപ്പെടുത്തി കിതാബ് ഉണ്ടാക്കിയ ആളല്ലേ. തള്ള വെച്ച് ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ ദലീൽ പറയാൻ നിൽക്കണം. അയാൾ മൂപ്പരുണ്ട് എന്നുള്ളതിന് ദലീൽ പറയുമെന്ന് വെച്ചു. ദലീല് പറയണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല. ഓരോ ആളുകളുടെ ഈമാനിന്റെ അവസ്ഥ ദലീല് പറയണം. പക്ഷെ ചില അവാമ എത്തുന്ന ചില രംഗങ്ങളുണ്ട്. ആ യക്കീന് ഒരു പക്ഷേ ദലീല് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട്. യക്കീന് പല ഐറ്റമുണ്ടല്ലോ. ഇസ്മുൽ യക്കീന്, റസ്മുൽ യക്കീന്, ഇൽമുൽ യക്കീന്, ഐനുൽ യക്കീന്, ഹഖുൽ യക്കീന്, ഹഖീഖത്തുൽ യക്കീൻ. ഇതൊക്കെ അതിന്റെ തസ്തികയാണ്. ഇന്ന് ഇസ്മുൽ യക്കീനോ റസ്മുൽ യക്കീനോ കൂടുതലുള്ളൂ. ഇൽമുൽ യക്കീനിലെ ആളുകൾ ഉണ്ടായിരിക്കണം. വേറെ കുറെ ആൾക്കാരുണ്ട്. അതാണ് പോണം. ഐനുൽ യഖീനെ ഹഖുൽ യഖീനാക്കി പോണം. എന്നാലേ തുമനീനെ തരുള്ളൂ. അല്ലെങ്കിൽ തുമനീനെ തൊട്ടില്ല. അല്ലെങ്കിൽ നിസ്കാരം വരെ ഒരു ഭാരായി സംഗതി 2 റക്അത്ത്. ഇപ്പൊ നോക്കുക നബിദിനത്തിനൊക്കെ നമ്മളെ ചില കുട്ടികൾ പന്തലട്ട ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉള്ളി രാത്രി 2.5 മണിക്ക് മുറിക്കും. എന്നിട്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം എടുക്കും. തക്കാളി അതിന്റെ കൂട്ടത്തിൽ വെട്ടിയിട്ട് കൈ മുഴുവൻ മുറിയായിട്ടുണ്ടാവും. ഓൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചെമ്പ് ഇങ്ങനെ കൊണ്ടുവരും. പൈസ വാങ്ങൂല, പ്രശ്നം ഉണ്ടാവില്ല. അതിനെടുക്കുന്ന ചോദിച്ചോ
അപ്പൊ തുടങ്ങും ഇങ്ങനെ അവസാനം ഒരു 2 റക്അത്ത് ഇതിനേക്കാളും പ്രയാസമാണ് പള്ളി കയറി നിസ്കരിക്കുക. എന്റെ കാര്യം ഖുർആൻ പറയുന്നത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശഈൻ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. നമ്മളെ ചെറുപ്പക്കാർക്ക് ഭാരാകാരം താരങ്ങള് അത് ഉള്ളിന്റെ ഉള്ളിൽ ലിബറലിസം ഒരു ഭാഗത്ത് ഇന്ന് സത്യത്തിൽ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്ന ആളുകൾ പോലും ഉള്ളിൽ കുറെ സംശയം പോലെ. അപ്പൊ ഉസ്താദന്മാർ പ്രത്യേകിച്ച് സദർമാർ അവരാലെ വലിയ കുട്ടികൾ കൂടുതൽ കൈകാര്യം ചെയ്യാം. അപ്പൊ അവര് ക്ലാസ്സിന് എടുക്കുന്ന പുറമെ നമ്മളെ സിലബസ് കരിക്കുലം പറഞ്ഞ ചേരുവ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾ സമസ്ത എന്തേലുള്ളൂ അരി ഉള്ളി ചെമ്പ് തക്കാളി. അതുകൊണ്ട് സാധനം കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആളെ പേരാണ് സാധനമൊക്കെ നല്ല ചേരുവ ഉണ്ടാക്കണ കുട്ടികൾ ഭക്ഷണം കുളിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. നാളെ കുട്ടികൾ അങ്ങനെയും പറയും. നാളെ ആകാശം പൊളിഞ്ഞോളും ഭൂമി പൊളിഞ്ഞു പൊളി നക്ഷത്രങ്ങൾ അവർ കുട്ടി വെച്ചാൽ അന്ന് മദ്രസ ഉണ്ടാവുമെന്ന് വെച്ചാൽ കുട്ടിക്ക് വേണ്ട ഇയാളെ പേടിയില്ല കുട്ടി. അപ്പൊ കുട്ടിക്ക് എപ്പോഴും നമ്മളോട് അങ്ങനെ ബന്ധപ്പെടാൻ തോന്നണം. ബാക്കി നാളെ കാലക്കാണ് കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കുട്ടി ഇങ്ങനെ വരും. അപ്പൊ കുട്ടിക്ക് മദ്രസ എന്നുള്ള സങ്കല്പം മാത്രമായിരിക്കും. ആ രീതിയിൽ കുട്ടികളോട് പെരുമാറും. ആ കുട്ടിനെ നമ്മളെ പെരുമാറ്റം ഇങ്ങനെ ആരുമാക്കാൻ പറ്റണം. ആ കുട്ടി പിന്നെ സമുദായത്തിന് അതൊക്കെ സദർമാർക്ക് കഴിയും. ഒരു നാട്ടിൽ മദ്രസ സദർ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. നമ്മളൊക്കെ മദ്രസയെ പഠിച്ചിട്ടാ പിന്നെ ദർസ പോയത്. മദ്രസയെ പഠിച്ചതിന്റെ അപ്പുറത്ത് വിശദാംശം അല്ലാതെ പിന്നെ ഒന്നും പഠിക്കാനില്ല. അത് നിർവഹിക്കപ്പെടുന്നത് മദ്രസയിൽ, അത് നിർവഹിക്കുന്നത് സദറുവാണ് അല്ലെ. നമ്മൾ മദ്രസ പഠിച്ച ഇസ്ലാം 5 പിന്നെ ഞാൻ പള്ളി 5:30 ഒരാരെ കൂടിയിട്ടില്ല. ഇമാങ്കാരെ പിന്നെ മദ്രസയിൽ നമ്മൾ മദ്രസയിൽ പഠിച്ചതിന്റെ വിശദാംശം പിന്നെ പഠിക്കുന്നത്. ആ മദ്രസ വളരെ ഗൗരവമാണ്. അത് പഠിപ്പിക്കുന്നവരാണ് അടിസ്ഥാന അധ്യാപകർ, അതാണ് രക്ഷിതാവ്. ദീർഘമായി പറയുന്നില്ല, 1 മണിയായി. നിങ്ങൾ 2 സമയത്താണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ദേഷ്യം വിളിക്കുക. ഒന്ന് ഉറക്കിന്റെ സമയത്തോ 2 വിഷവിന്റെ സമയത്തോ. നട്ടുച്ചയാണ് എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ ഇങ്ങനെ ഫലിതങ്ങൾ കൂട്ടിയടിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. ഇനി എത്ര ഇനി 20 ആയിക്കോട്ടെ. എനിക്ക് എന്നാ അതിന്റെ അടുത്തൊരു 3 സലാത്ത് ഇത്രേ ഉസ്താദന്മാരുള്ളത്. ഞാൻ ഈ പറഞ്ഞ നിങ്ങളെ കുറിച്ചല്ല എന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ. ഇവിടെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുഴപ്പങ്ങൾ അതിന്റെ ഒക്കെ മൊത്തം ആള് ഞാനാണ്. അപ്പൊ സന്തോഷമായാലും അതിന്റെ സൈക്കോളജി അങ്ങനെ ഒരു 3 സലാത്താണ് ചെല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി وسلم اللهم صل على محمد يا ربي صل عليه وسلم الله قبولك يا الله. നട്ടുച്ച സമയമാണ്. ഉലമാഇന്റെ സയ്യിദുൽമാരുടെ സദസ്സാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വന്നത്, ഇരുന്നത്, പറയുന്നത്, കേൾക്കുന്നത്, സംഘടിപ്പിക്കുന്നത്, സംഭാവന സമർപ്പിക്കുന്നത് എല്ലാം നീ നാളെ ക്ഷേമത്തിനുള്ള നിന്റെ പൊരുത്തത്തിനുള്ള ലിതായിനുള്ള സലഫായി സ്വീകരിച്ച് ഞങ്ങളെ സലാമത്താക്കി തരണേ അല്ലാഹ്. ഏറ്റവും ഉയർന്ന സേവനവും കുറഞ്ഞ ശമ്പളവുമാവുന്ന ഭൂമിയിലെ ഒരേ വിഭാഗമാണ് ഇരിക്കുന്നത്. ഇവരെ പോലെ സേവനം ചെയ്യുന്നവരില്ല, ഇവരെ പോലെ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരുമില്ല. അതുകൊണ്ട് ഞങ്ങളെ നീ ധീരത്തിലാക്കില്ല അല്ലാഹ്, ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ആരോഗ്യത്തിൽ, കുടുംബത്തിൽ എല്ലാം ഞങ്ങളെ സഹായിക്കുന്നവർക്കും സേവിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും നീ സുരക്ഷിതത്വവും ഉയർച്ചയും വളർച്ചയും സന്തോഷവും നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വാങ്ങുന്ന ശമ്പളം മരുന്നിന് തികയാത്ത മുഅല്ലിമീങ്ങൾ ഈ സദസ്സിൽ വരെ നീ ശിഫാ നൽകണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ സദറിന്റെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു സദസ്, രണ്ടാമത്തത് പറയുന്നതിനെ കുറിച്ചുള്ള മറ്റുള്ള മുഅല്ലിമീങ്ങളും ഞാനടക്കം അതിനെ കുറിച്ചുള്ള 3 വിദ്യാർത്ഥികൾ നമ്മളെ കാര്യം സലാമത്താക്കണം. പിന്നെ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ അമലിൽ കൊണ്ടുവരുന്നു ശരിക്കും ശ്രദ്ധിച്ചു.
അല്ലെങ്കിൽ എങ്ങനെ വെളിച്ചാവുക? ഞാൻ 1-2 കൊല്ലം മദ്രസയിൽ ഒരു 18 വർഷം മുമ്പ്, അന്ന് വലിയ തിരക്കില്ലാത്തൊരു കാലമാണ്. പ്ലസ് 2 ഒരു മണിക്കൂറിയാണ്. ഞാൻ ആദ്യത്തെ ദിവസം കുട്ടികളോട് അവരോട് പറയാൻ ആരും, രണ്ടാം ദിവസം ലാസ്റ്റ് ആ ഒരു കൊല്ലം വന്നപ്പോഴേക്ക് ഇവര് മൊത്തം നിസ്കരിക്കണവരായത് മാത്രമല്ല, അവരെ കുടുംബത്തിലെല്ലാവരും നിസ്കരിക്കണവർ. അപ്പൊ അന്ന് എന്റെ അടുത്ത് മദ്രസയിൽ പഠിച്ചിരുന്ന 2-3 ആളുകളാണ് അപ്പൊ എന്റെ ദർശനം മുതൽ എനിക്ക് 2 മുതലിസ്മാരുടെ അന്ന് എന്റെ കൂടെ മദ്രസ പഠിച്ചു. അവര് പിന്നെ ദർശനം 9 എന്റെ അടുത്ത് പഠിച്ചു, വിദ്യെടുത്തു, പണ്ഡിതന്മാർ. അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്ന മിക്കവാറും കുട്ടികൾ പണ്ഡിതന്മാരും വലിയ മഹല്ലിലെ പണ്ഡിതന്മാരൊക്കെ. കാരണം എന്താ, നമ്മൾ ഈ അമല് അല്ലെങ്കിൽ ചേമ്പിന്റെ വെള്ളം വെച്ച പോലെ നമ്മൾ ഈ വിദ്യാർത്ഥിയാണ് മാർക്കുൽപാദന യന്ത്രാക്കരുത്. അതിനിപ്പോ വിദ്യാർത്ഥിയാണ് എല്ലാത്തിലും സ്വഭാവത്തിലോ പട്ടപ്പൂച്ച, മാനേജ്മെന്റ് പെരുമാറ്റത്തിൽ ഒന്നും. അങ്ങനെ കുറെ മുരിക്ക് മരങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒക്കെ കിട്ടട്ടെ, പക്ഷെ അത് ഈ ഭാഗത്തിൽ ഉണ്ടാവണ്ട. സുബഹി നിസ്കരിക്കാതെ മദ്രസയിൽ ഓൻ എ പ്ലസ് ഉണ്ടായി കൊടുക്കണം. നിസ്കരിക്കാത്ത കാഫിറാന്ന് വരെ സുന്നത്ത് മതത്തിന്റെ ഇമാമിങ്ങൾക്ക് അഭിപ്രായമില്ല. ഷാഫി ഇമാമിന്റെ അഭിപ്രായം എന്നല്ലേ പറയണം. പക്ഷെ ആ അഭിപ്രായമാണ് നാളെ ശരിയെങ്കിൽ നമ്മളെ മുമ്പിൽ മദ്രസയിൽ കുട്ടി ശംസുദ്ദീനാണെങ്കിൽ നാളെ മഹ്ശറിൽ അയ്യപ്പനായി. അപ്പൊ നിസ്കാരം എത്ര സദർമാര് തന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ നിസ്കരിച്ചു? എന്താണ് അധ്യാപനം? ഞങ്ങളെ സങ്കടമാണ്. അതിൽ നമ്മളാരും ചോദിക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞങ്ങളെ കുറിച്ച് തന്നെയാണ്. നാളെ മുതൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ ഒന്ന് മറുപടി. പരീക്ഷയ്ക്ക് മാർക്കുൽപാദന യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ മദ്രസ വേണോ? അതിന് കമ്പ്യൂട്ടർ വരെ. മദ്രസയിൽ സദസ്സൊക്കെ ബാധ്യതല്ലേ ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വെളിച്ചാക്കണമെങ്കിൽ ആദ്യം ദർശനിക്കേണ്ട ഇമാമത്തുൽ അദാനി ത്വരീഖ്. ആ സത്യത്തിൽ ബാഹ്യമായിട്ടും ശരിയാണ്, ആന്തരികമായിട്ടും ശരിയാണ്. ആ ഇമാമത്തുൽ അദാ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യാൻ അല്ലാതെ തടസ്സമാണ്. അതിന് ഇമാമത്ത് ചെയ്യേണ്ട സദറാണ്. മുള്ളും മരവും ഒഴിവാക്കണം. ഗതാഗതം റൂഹിന്റെ റൂട്ട് മാപ്പ് ശരിയായി കൊടുക്കണ്ടേ? ശരീരത്തിന്റെ മാത്രം മതിയോ? അപ്പൊ അതിന് കാര്യമായ അമല് കൊണ്ടുവരാതിരിക്കുക. ദോഷങ്ങളൊന്ന് വേറെ മൊബൈലെടുത്ത് പരിശോധിക്കണം. നമ്മളെ കുട്ടികളെങ്കിലും എല്ലാവരും മൊബൈൽ ഉപയോഗിക്കരുത്. നാളെ ഒരു സ്ഥലത്ത് ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഹജ്ജിൽ ഏറ്റവും വലിയ സൗന്ദര്യം യാത്രയുടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് എല്ലാ അഭിപ്രായത്തിലും നീക്കണം. മസലാണ്ട് പറയാൻ തുടങ്ങി. ഷാഫി മദ്ഹബിൽ അങ്ങനെ, ഹനഫി മദ്ഹബിൽ അങ്ങനെ, മാലിക് മദ്ഹബിൽ അങ്ങനെ. അപ്പൊ ഒരാൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ പാടില്ല, നിങ്ങളൊക്കെ ചേർക്കുന്നു. സത്യത്തിൽ ആ ക്ലാസ്സിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ചില ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയല്ല. എന്റെ അടുത്ത് കുറെ മസലുണ്ടെന്ന് ആളുകൾക്ക് അമലിയാളെ സൗകര്യം ഉണ്ടായി കൊടുത്തേ. ഇങ്ങനൊക്കെ കൂടി മതം പറഞ്ഞ ആൾക്കാർ കൊണ്ടൊന്നും മനസ്സിലായി. എന്നോട് പോയി കഴിഞ്ഞ ഹജ്ജിന് മുമ്പ് എത്ര ആൾക്കാർ ഹജ്ജിന് പോണ രീതിയിൽ അത് മാത്രം എന്തേന്ന് ഞങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ ഇതിന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം. ആളുകൾക്ക് താല്പര്യമില്ല. അവർക്ക് എന്താണോ വേണ്ടത് അതാണ് പറഞ്ഞു. കൂടി എന്നാ എന്ത് പറയണ്ടേ? അവിടെ തൊളാഫിൽ ആളുമാണ് കൂടി കലരില്ലേ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിന്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പ്രായോഗിക ഇതല്ലോ ആൾക്കാർക്ക് അങ്ങനെ ആയുധ അങ്ങനെ വെട്ടി നേരത്തെ അത് പറയേണ്ടത് പറയാം. അങ്ങനെയല്ല, ആയുധം വെട്ടി നേരത്തെ. അപ്പോ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അമലിന്റെ കാര്യം കുട്ടികൾ ഞെരിയാണി താഴോട്ടാണോ മേലെയാണോ ശ്രദ്ധിക്കണം. ഇത് സാധാരണ മറ്റു കാരണം നമ്മുടെ മാതാപിതാക്കൾ ലോകത്തെ കിതാബിലില്ല. അല്ല ആബായി ആ ഡ്യൂട്ടി നമ്മളാണ്. അപ്പൊ അവർക്ക് പകരം നമ്മളാണ്. അവര് കുട്ടികളെ ശരീരം അബുദാബിയിലാണ്, കുവൈത്തിലാണ്. അവിടേക്ക് പോകണം റൂഹ് വെക്കാനല്ല, നമ്മളെ അപ്പൊ ആ വിഷയത്തിൽ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഞാനൊരു സദർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ അവസാനം ഒരു സദർ സദറുമാണ് പള്ളിയിലെ
കുട്ടിനായിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കുട്ടി കേൾക്കും, നിങ്ങൾ നല്ല ബഹുമാനം, നിങ്ങൾ പറഞ്ഞു എന്താ വേണ്ട പഠിക്കണില്ല, പിന്നെ എന്താ സെറ്റൂടി അങ്ങനെ നടക്കുകയാണ്, ഒരു പഠനമില്ല. അപ്പോ സദർ മോനെ പഠിക്കണ കാലത്ത് പഠിക്കണം, സ്കൂൾ പഠിക്കണം, പൈസക്കല്ല ആരെങ്കിലും ഒരാൾ സ്കൂളിൽ പോയി നമ്മളെ കുട്ടികൾ ആരെങ്കിലും ആരെങ്കിലും സ്കൂളിൽ ഇല്ല. അപ്പൊ എന്ത് തിരിഞ്ഞു പറഞ്ഞ പോലെ ലാസ്റ്റ് പൈസ എന്റെ വാപ്പാക്കും ഒരൊറ്റ കുട്ടി ഞാനും ബാങ്ക് ബാലൻസ് വാപ്പാക്ക് 5 കോടി 2 ഏക്കർ മരിച്ചാലും എന്ത് പഠിക്കും? അതില് ബാപ്പാടൊക്കെ പറഞ്ഞ പരാതി പറഞ്ഞ വാപ്പ ഒരൊറ്റ താത്തലുണ്ട്. എന്താ പറയാ? അപ്പൊ സദർ വാപ്പ എന്താ കുട്ടി പറഞ്ഞ ന്യായണ്ടേ പഠിക്കാൻ? എന്നാലും ഞാൻ ഇപ്പൊ ഖുർആൻ ഓതി കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ ഞാൻ ഓതി വെച്ച ലാസ്റ്റ് ആയത്ത് ഭൂമിയിലുള്ള ഒക്കെ മനുഷ്യന്മാരുടെ ഉപകാരത്തിന് ഞാൻ എന്നെ വെല്ലുവിളിക്കുകയാണ്. എന്റെ അടുത്ത് മാറിവില്ല ഉപകാരമില്ലാത്ത അപ്പൊ കുട്ടിനെ അങ്ങോട്ട് തിരിക്കുകയാണ് സദർ. അപ്പൊ കുട്ടി ഉപകാരമില്ലാത്ത എന്തെങ്കിലും സാധനം വരികയാണെങ്കിൽ ഞാൻ പരസ്യമായിട്ട് ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഇതേ ട്രിക്ക് എവിടെ കോപ്പി അടിക്കാൻ ഐഡിയ വരുമ്പോ അങ്ങനെയല്ല, ഒരേ ഐഡിയ കോപ്പി അടിച്ച വശളാവും. മുമ്പ് ഒരു സ്ഥലത്ത് ഒരു മൊല്ലാക്കല്ലായിരുന്നു, എവിടെ മരിച്ചാലും മൊല്ലാക്കല്ല പൈസ. ഇതൊരു അബ്ദുറഹ്മാൻ ഇങ്ങനെ നോക്കി മൊല്ലാക്ക ആര് മരിച്ചാലും 500. അപ്പൊ അബ്ദുറഹ്മാനെ തോന്നിട്ട് നോക്കി കോപ്പി അടിച്ച പിന്നെ പണിക്കുണ്ട്. അപ്പോ അബ്ദുറഹ്മാനെ പിന്നെ ഒരാൾ മരിച്ചപ്പോ തള്ള മരിച്ചപ്പോ മൊല്ലാക്കന്റെ കൂടെ പോയി എന്താ പൈസ ഒപ്പിക്കാൻ മൊല്ലാക്ക തള്ള മരിച്ച മൊല്ലാക്ക അവിടെ അങ്ങനെ ഇരുന്ന് യാസീനൊക്കെ തോരുന്നു. അപ്പോഴും പറയുന്ന മൊല്ലാക്ക മോനാണ്ട് കെട്ടിപ്പിടിച്ച് മുറ്റുമോനെ ഇത് ബേജാറാണ്, ഈ കിടക്കണല്ല എന്റെ മാത്രമല്ല ഈ നാട്ടിലെ ഞങ്ങളെല്ലാരും ബഹ്റൈൻ കുട്ടിക്ക് സന്തോഷമായില്ല. മൊല്ലാക്കനെ കെട്ടിപ്പിടിച്ചിട്ട് 500 അബ്ദുറഹ്മാനെ മനസ്സിലായി ഇനി ഒരു പരിപാടി അടുത്ത മരണത്തിൽ മൊല്ലാക്ക് എത്തണേന്ന് പറഞ്ഞു. പിന്നെ ആ മാലിൽ വെച്ച് ചെറുപ്പക്കാരുടെ കുട്ടി അബ്ദുറഹ്മാൻ ഭർത്താവാണെങ്കിൽ അപ്പം ഭർത്താവിനെ എങ്ങനെ കൗത്തുക്ക് ഭർത്താവ് ഒറ്റ കെട്ടിപ്പിടുത്തം ബേജാറാണ് തന്റെ മാത്രം ഭാര്യ. ഈ മഹലിൽ ഞങ്ങൾ മൊത്തം 500 രൂപയിലെ കിട്ടിയത് മോന്തൊക്കെ നൽകി ഇസ്തിരിപ്പെട്ടി ചേച്ചി. അപ്പൊ ഒരു വിഷയം എല്ലായിടത്തും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ട്രിക്ക് ആ സദറിൽ പറയുമ്പോ ഞാൻ അങ്ങനെ തന്നെ കോപ്പി അടിക്കണ്ടെന്ന് പറഞ്ഞ ആകെ ചുരുക്കം. ഏതായാലും അവിടെ നടന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഈ സദർ ഇങ്ങനെ സംസാരിച്ചു കുട്ടിനോട് പറഞ്ഞു ഇതിനെതിരായിട്ട് എന്തെങ്കിലും നീ പറയാണെങ്കിൽ മഹല്ലടിസ്ഥാനത്തിൽ ഒരു സമ്മാനം തരാം. അപ്പൊ വാപ്പ സദറാണ് കുട്ടിനെ ഏറ്റെടുത്ത് നോക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാപ്പാന്റെ അടുത്ത് പൊളിഞ്ഞു പോയി ഒരൊറ്റ ചോദ്യത്തോടുകൂടി കുടിച്ചിട്ട് കാര്യമില്ല. വാപ്പാണ്ട് തരിച്ചു നിൽക്കല്ലേ, മോന്റെ ചോദ്യം ആയാൽ ഒരു 1.5 കൊടുത്ത കാലത്തിന് അപ്പോ ഈ സദറു ഇങ്ങനെ വെല്ലുവിളിച്ചു. എന്തെങ്കിലും ഒരു ഉപകാരം പുറത്തിറങ്ങിയിട്ട് നേരെ തൊട്ടാവാടിയാണ് ആദ്യം കിട്ടിയത്. അപ്പൊ ഒരു ഉപകാരമില്ല, ഒരു ഉപകാരമില്ല, ഞാൻ പോണ വലിയ വൈദ്യുതി തൊട്ടാവാടിയോട് വലിയ ഉപകാരം 4-5 മണിക്കൂർ തെരഞ്ഞെടുത്ത് കിട്ടിയതൊക്കെ നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ്. ഈ കുട്ടി ലാസ്റ്റ് എന്ത് തെരഞ്ഞാലും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഉപകാരം. പാമ്പുകളെ കൊണ്ട് വരെ നമുക്ക് ഉപകാരം ഉണ്ടല്ലോ, മരങ്ങളെ കൊണ്ട് ഉപകാരമില്ലേ? എന്താ ഉപകാരമില്ലാത്ത? ഇനിയിപ്പോ ഈച്ചനെ കൊണ്ട് ഉപകാരമില്ല പറയാൻ പറ്റാൻ കാരണം എന്താ ഉപകാരമാണ്. കാരണം എന്താരോ പണ്ട് മൂത്തൊരു ഈച്ച ആട്ടി ഈച്ചനെ ആട്ടിട്ട് കാര്യമില്ല. കാരണം അതിന്റെ പേരന്നെ ദുബ്ബ ആട്ടപ്പെട്ടോ ആപം മറിഞ്ഞു. ദുബ്ബ മജൂലാൻ കാരണം ആരും ആവാൻ
അപ്പൊ ഇങ്ങോട്ട് തന്നെ മടങ്ങിയാ ഇനിയിപ്പോ ഇതിനെ ആട്ടുന്നവന് വിട്ടിയല്ല. അപ്പൊ അയച്ചതാണ് അപ്പൊ ഉസ്താദിനോട് ഈ ഈച്ചനെ നിങ്ങളിപ്പോ നമ്മളെല്ലാരും ഭരിക്കല്ലേ, അപ്പൊ ഈച്ചങ്ങളെ നിങ്ങളെ ഭരിക്കണം, ചെറുതാക്കാനായി എന്തെങ്കിലും ഈ കുട്ടി കുറെ പഠിച്ചപ്പോൾ എല്ലാത്തിനും ഉപകാരം മനസ്സിലായി. ഇപ്പൊ ആ കുട്ടി എന്താ ഉസ്താദുമാണ് വൈദ്യരും. അതിന് കാരണം സദർ ഉസ്താദ് ബാപ്പാനോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചപ്പോൾ ബാപ്പാണ്ട് വേർച്ച മുണ്ടാട്ടല്ലാതെ ഇനി കുട്ടി പടു ജാഹിലായി അവിടെ കുട്ടിനെ തന്ത്രപരമായിട്ട് ഒരായത്തിന്റെ ചെറിയ പൊട്ടെടുത്തിട്ട് അറിയപ്പെട്ട വൈദ്യരും ഒരു ഉസ്താദും ആക്കിയത് സദറാണ്. ഒരു സമുദായത്തിൽ സദറിന് എത്രമാത്രം റോളുണ്ട്, എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മള് ദഅവത്തിന്റെ ലോകത്ത് പ്രധാനമായും ചിട്ടയുള്ളവരും ഇബാദത്തുള്ളവരും. അല്ലാഹുവിന്റെ റസൂൽ ദഅവത്തിന്റെ സ്ഥലത്താണല്ലോ പറഞ്ഞത്, തഹജ്ജുദ് പറഞ്ഞ ദഅവത്ത് പരസ്യത്തിൽ തുടങ്ങിയപ്പോൾ ഭീഷണിയും മേഷണിയും പരിഹാസവും വിമർശനവും അക്രമവും അടിയും ഇടിയും മർദ്ദന തണ്ടന താടന പീഡനം പ്രവാഹമായിട്ട് വന്നപ്പോഴാണ് മുത്തുനബിയോട് പറഞ്ഞത് നീച്ച് നിസ്കരിച്ചു. സദർമാരടക്കം മാലിന്യങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്. അല്ലാഹു തൗഫീഖ്. സുബഹി നിസ്കരിക്കാൻ അല്ലാഹുവിനെ പേടിച്ചവർ, പക്ഷെ അല്ലാഹുവിനെ സ്നേഹിച്ചവർ സുബഹി മുതലല്ല തുടങ്ങി തഹജ്ജുദ് മുതലാണ്. പണ്ടൊരു മഹാനായ സദർ സുബഹി എണീച്ചപ്പോ ഒരു മരക്കൊമ്പത്ത് ഒരു കിളിങ്ങനെ ശബ്ദിക്കണ സൂഫിയായി കുറച്ച് ലൈറ്റ് ആയിട്ട് ബുദ്ധിയുള്ള ഞാൻ എന്റെ പൊരയിൽ വുളൂ ചെയ്ത് നിസ്കരിക്കാൻ എണീക്കണേനും ബുദ്ധിയില്ലാത്തൊരു കിളി കളകൂജനം നടത്തിയല്ലോ. ബുദ്ധിയുള്ള അധ്യാപകനായി ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എന്റെ വീടിന്റെ പരിസരത്തുള്ള കൊത്തിലുള്ള കിളി എണീറ്റുകൊണ്ട് ദിക്ർ തുടങ്ങിയല്ലോ അല്ലാഹ്. എന്നെ കിളി ഓമത്തേക്ക് ചെയ്തല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞതും ഒരു സദറാണ്. മലപ്പുറം ജില്ലയിലെ ചമ്മാട് ഒരു സദസ്സ് ഞാൻ കേട്ടു. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആള് ചാളർജാണ് അന്ന് മദ്രസയിലെ ആളെ താമസം. രാത്രി മദ്രസയിൽ എല്ലാരും കൂടി ഓടിപ്പോഞ്ഞൊക്കെ പുതിയ സദറാണ്. എന്താ പ്രശ്നം നോക്കുമ്പോ എന്താ ഈ സാധു തഹജ്ജുദില് പൊട്ടി പൊട്ടി കരയാണ്. അറിയണില്ല തഹജ്ജുദിന് കരയുന്ന ശബ്ദം കേട്ടിട്ട് അയൽവാസികളെ ജനങ്ങൾ കൂടി വന്നു. പിന്നെ അയാൾ പോകുമ്പോ എന്തായെന്നറിയോ, ആൾക്കാർ റമദാൻ അത്താഴത്തിന് എണീക്കണ സദറിന്റെ കരച്ചിൽ കേട്ടിട്ട് അങ്ങനെ പറ്റുന്ന രാത്രി ആരും കരയാൻ കാരണം കരച്ചിൽ ചില കരയുന്ന സമയത്ത് കണ്ണീര് വരലെത്തി കൂടിയ ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ പിരിവിന്റെ കരച്ചിൽ 30 ലക്ഷം പിന്നെ ലാസ്റ്റ് കാര്യമില്ലാതെ നിർത്തി. അത് ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞു, പൈസ കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് കണ്ണീരി കൂടി ചിലപ്പോ സെന്റർ കൂടി ചിലപ്പോ ഇത് മൂന്ന് ഐറ്റം. അത് ഐറ്റം തിരിച്ച് ഞാൻ പറഞ്ഞില്ല, കാരണം അഥവാ ഞാൻ കാര്യങ്ങൾ നോക്കുകയും കൂടി വരുന്നത്. അപ്പോ ആ സദർ ശരിക്കുള്ള കരച്ചിലാണ്. പിന്നെ സാധാരണ മരണം ലൈവായി മരിച്ച സാധാരണ കണ്ട ഒരാളിനോട് പറഞ്ഞു, ഉസ്താദെ അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ കണ്ടിട്ട് പൂതിയില്ല, സദറിന്റെ കളറൊന്നുമല്ല, ചിരിച്ചിങ്ങനെ കിടക്കുക, അത്തറിന്റെ മണം മയ്യത്ത് കുളിപ്പിച്ചവർ പറയുന്നത്. അതാണ് അള്ളാഹു നമ്മളെല്ലാവരെയും സമുദായത്തെ സമുദ്ധരിക്കുന്ന മുഅല്ലിമീങ്ങളും സദറുമാരുമാക്കട്ടെ എന്നൊരു ലഘു പ്രാർത്ഥനയും. ഇതൊന്നും പറഞ്ഞത് എന്റെ മുന്നിലുള്ള മഹാന്മാരായ ഉസ്താദന്മാരെ ലാക്കാക്കിട്ടോ വെടിവെപ്പോ അല്ലട്ടോ. ഒരു ചാവറ് ഇവിടെ വന്നിരുന്നു, ആദ്യം മൂപ്പരെ കൊന്നു, പിന്നെ ഞങ്ങൾക്കെതിരെ വെടിവെച്ചു എന്നാരും പറയുന്നത്. ഇത് മൊത്തം ഞാൻ സ്വയം എന്റെ റോഡിനെതിരെ നിങ്ങളൊക്കെ ദ്വാരനാലേ നമ്മളെപ്പോൾ രക്ഷപ്പെടും. ഞാൻ ലാസ്റ്റ് എന്നെയാണ് പ്രതിക്കൂട്ടിലാക്കി. ഇന്നലെ ഞാൻ കരഞ്ഞു നിങ്ങളാരും അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്റെ കരച്ചിലൊന്നും ഒറിജിനലായി കിട്ടാൻ നിങ്ങൾ ദ്വാരുന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. ആർക്കെങ്കിലും എന്റെ ഭാഷയിലോ ആക്ഷനിലോ പ്രയോഗത്തിലോ പരിക്കുന്നെങ്കിൽ സാദരം ഈ മുത്താലിമിനെ ക്ഷമിക്കണമെന്ന് താണുകേട് എന്റെ ആയുധം താഴെ വെച്ച് കേട് നിങ്ങളോട് ദ്വാക്ക് പ്രേരിപ്പിച്ചും വസിയത്ത് ചെയ്തു. അല്ലാഹുമ്മ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി.